എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് പുരാതന ഭാരതീയ ജ്ഞാനത്തിന് എന്ത് പ്രസക്തിയുണ്ടെന്ന് നോക്കിയാലോ? നമ്മളിന്ന് 5G സ്പീഡിൽ കണക്റ്റഡ് ആണ് അല്ലേ? എന്നിട്ടും എന്തോ ഒരു ഒറ്റപ്പെടൽ. ഈ ഒരു വിരോധാഭാസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു പുതിയ പ്രശ്നമേ അല്ല. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതിനൊരു അടിത്തറയുണ്ട്, ഒരു പ്രധാന ആശയം. ആ ആശയം ഇതാണ്: ഒന്നാകുക എന്ന ചിന്ത. അതായത് എല്ലാം ഒരേയൊരു സത്യത്തിൽ നിന്നു വരുന്നു. ഋഗ്വേദത്തിൽ പറയുന്ന പോലെ ഏകം സത് വിപ്ര ബഹുധാ വദന്തി. സത്യം ഒന്നേയുള്ളൂ, പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വസുധൈവ കുടുംബകം. ലോകം ഒരു കുടുംബമെന്ന മഹത്തായ ആശയം. പിന്നെ തത്വമസി കേട്ടിട്ടില്ലേ? നിന്നിലുള്ള അതേ ദൈവികമായ അംശം തന്നെയാണ് മറ്റൊരാളിലും ഉള്ളത് എന്നർത്ഥം. ശരി, ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾക്ക് ഇതൊക്കെ എങ്ങനൊരു പരിഹാരമാകും? നമുക്ക് നോക്കാം. ഇന്നത്തെ ഓൺലൈൻ ലോകം നോക്കൂ. ട്രോളുകളും വിദ്വേഷവും. ആ സ്ക്രീനിന് പിന്നിലും ഒരു മനുഷ്യനുണ്ടെന്ന് നമ്മൾ മറന്നുപോകുന്നു. ഇവിടെയാണ് വസുദൈവ കുടുംബകം പ്രസക്തമാകുന്നത്. ഹൃദയം കൊണ്ട് കണക്റ്റഡാകുക, എല്ലാവരിലും ഒരേ ചൈതന്യം കാണുക. അടുത്തത് സ്ട്രെസ്സും ആങ്സൈറ്റിയുമാണ്. എപ്പോഴും ജയിക്കണം, തോൽക്കുമോ എന്ന പേടി, വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം അല്ലേ? ഭഗവത്ഗീതയിലെ സമത്വം എന്ന ആശയം ഇവിടെ വളരെ പ്രസക്തമാണ്. ജയത്തിലും തോൽവിയിലും ഒരുപോലെ നിൽക്കാനുള്ള കഴിവ്. അതായത് ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മുടെ കർമ്മത്തിൽ, പ്രവൃത്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മറ്റൊരു വലിയ പ്രശ്നം പരിസ്ഥിതിയാണ്. പ്രകൃതിയെ വെറുമൊരു ഉപഭോഗവസ്തുവായി കാണുന്നതാണ് പ്രധാന കാരണം. ഇതിന് പരിഹാരമാണ് ഇക്കോധർമ്മ. പ്രകൃതിയെ പവിത്രമായി കണ്ട് സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയായി കാണുക. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്കെന്താണ് മനസ്സിലാക്കാനുള്ളത്? നമ്മുടെ ഉള്ളിലെ ആ വെളിച്ചത്തെ കണ്ടെത്തുക, വളർത്തുക. പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ: ലോകം ഒരു കുടുംബമാണെന്ന് കരുതുക, സമചിത്തത ശീലിക്കുക, പ്രകൃതിയെ ആദരിക്കുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കായി ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. സേവനമാണ് പ്രധാനം. ഓർക്കുക, ഒരു ഇരുട്ടും ശാശ്വതമല്ല. എത്ര വലിയ വെല്ലുവിളികളും താൽക്കാലികം മാത്രമാണെന്ന് ഈ ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളെല്ലാം ഒരേ ബോധത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ അവിടെ ഭയമില്ല, സ്നേഹം മാത്രമേയുള്ളൂ. അസതോ മാ സദ്ഗമയ. ഈ പ്രാർത്ഥന സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും നമ്മളെ നയിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചത്തെ, ആ പ്രകാശത്തെ നിങ്ങളെങ്ങനെയാണ് പുറത്തുകൊണ്ടുവരിക?